നമസ്കാരം. എൻ്റെ പേര് അഞ്ജല. യോഗ ഹെൽത്ത് അപ്പ് സ്റ്റുഡിയോയിൽ ജോയിൻ ചെയ്തിട്ട് ഇപ്പോൾ ഒരു 5 months-ആയി കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വളരെ നല്ല ഒരു എക്സ്പീരിയൻസ് തന്നെയാണ് ഈ ക്ലാസ്സിൽ ജോയിൻ ചെയ്തിട്ട് എനിക്ക് ഉണ്ടായിട്ടുള്ളത്. വളരെ നല്ലൊരു പോസിറ്റീവ് എനർജിയും വളരെ നല്ല രീതിയിൽ ആരോഗ്യപരമായി മുന്നോട്ട് പോകാനും ഈ ക്ലാസ്സിൽ ജോയിൻ ചെയ്തുകൊണ്ട് സാധിക്കുന്നുണ്ട്. ഞാൻ ബാങ്കിൽ ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ സ്ഥിരമായിട്ട് ഇരുന്നിട്ട് ജോലി ചെയ്യുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് എന്തെങ്കിലും രീതിയിലുള്ള ഒരു എക്സസൈസ് ഡെയിലി ചെയ്യണമെന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. ജിമ്മിലോ കാര്യങ്ങളിലോ പോയിട്ട് ചെയ്യാനുള്ള സാഹചര്യം പറ്റാത്തതുകൊണ്ട് ഓൺലൈൻ ചെയ്യാമെന്നുള്ള രീതിയിലാണ് ഫേസ്ബുക്കിലൊരു പോസ്റ്റ് കാണുക വഴി ഇതിൽ എൻക്വയറി ചെയ്യുകയും ഇതിൽ ജോയിൻ ചെയ്യുകയും ചെയ്തത്. ജോയിൻ ചെയ്യുമ്പോൾ മുൻപേ ഒരു യോഗ ക്ലാസ്സൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു വളരെ മുന്നേ. അതുകൊണ്ട് തന്നെ ഒരു യോഗയെ പറ്റി ഒരു ധാരണ ഉണ്ടായിരുന്നു. അധികം ആയാസകരമല്ലാത്ത രീതിയിൽ അധികം ബോഡി പാർട്സ് ഒന്നും ഇളക്കാതെ ഉള്ള രീതിയിലായിരിക്കും എന്നുള്ളൊരു വിഷമം ഉണ്ടായിരുന്നു. എന്നാൽ എനിക്ക് ജിമ്മിൽ പോകാൻ പറ്റാത്തത് കൊണ്ടാണ് ഞാനിതിൽ ജോയിൻ ചെയ്തത്. പക്ഷേ എനിക്ക് കിട്ടിയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ ജിമ്മിൽ പോകുന്നത് അതേ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ അതിനെക്കാട്ട് വേറെ നമുക്ക് വേർപ്പുന്ന രീതിയിലാണ് ഈ സുരേഷ് സാറിൻ്റെ കീഴിലുള്ള ഈ യോഗ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്തതോടുകൂടി സാധിക്കുന്നത്. നമ്മളെ ശരീരത്തിലെ എല്ലാ ബോഡി പാർട്സും ഇളക്കിക്കൊണ്ടും ചലിപ്പിച്ചുകൊണ്ടും എല്ലാ ബോഡി പാർട്സിനും എനർജി കിട്ടുന്ന രീതിയിലുമാണ് സാറിൻ്റെ ഈ 60 മിനിറ്റുള്ള യോഗ ക്ലാസ്സിലൂടെ എനിക്ക് കിട്ടിയിട്ടുള്ളത്. സൂര്യ നമസ്കാരമൊക്കെ ഞാൻ 2-3 പ്രാവശ്യമൊക്കെയാണ് മുന്നേ ഈ ക്ലാസ്സിന് മുന്നേ ചെയ്തപ്പം മുന്നേയുള്ള യോഗയിലൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ സാറിൻ്റെ ക്ലാസ്സിൽ ഇടയ്ക്കൊക്കെ സാറ് 21 റൗണ്ട്സൊക്കെയാണ് സൂര്യ നമസ്കാരമൊക്കെ ചെയ്യുന്നത്. ആദ്യം 21 റൗണ്ട്സ് ചെയ്യാൻ പറഞ്ഞപ്പോൾ വളരെയധികം കൺഫ്യൂഷനായിരുന്നു എനിക്ക് ചെയ്യാൻ പറ്റുമെന്നുള്ളത്. ഒരു 10 റൗണ്ടൊക്കെ ഫിനിഷ് ചെയ്യാൻ പറ്റുമെന്നുള്ളൊരു വിശ്വാസം ഉണ്ടായിരുന്നു. പക്ഷേ സാറിൻ്റെ ഒരു പ്രചോദനത്തിലൂടെയും സാറ് പറഞ്ഞു എന്തായാലും പറ്റും, ചെയ്തു നോക്കൂ പറഞ്ഞതിൻ്റെ ആ ഒരു ആത്മവിശ്വാസത്തിൽ 21 റൗണ്ട് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് ട്രൈ ചെയ്തു. പക്ഷേ സാറിൻ്റെ ആ കറക്റ്റായിട്ടുള്ള കൗണ്ടിങ്ങിലൂടെയും കറക്റ്റായിട്ടുള്ള ടൈമിങ്ങിലൂടെയും സാറിൻ്റെ വോയിസിലൂടെയും നമ്മളിത് ചെയ്യുമ്പോൾ നമുക്ക് 21 റൗണ്ട്സൊക്കെ വളരെ കൃത്യമായിട്ട് തന്നെ ചെയ്തു തീർക്കാൻ വേണ്ടി സാധിച്ചു. ഇപ്പോഴും 21 റൗണ്ട്സൊക്കെ പറയുമ്പം വലിയ ആയാസകരമായിട്ട് തോന്നുന്നില്ല. അത് സാറിൻ്റെ കീഴിൽ അല്ലെങ്കിൽ സാറിൻ്റെ വോയിസ് കേട്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെയാണ്. അതൊക്കെ സൂര്യ നമസ്കാരമൊക്കെ ഇത്രയും റൗണ്ട് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ ശവാസനത്തിലൊക്കെ കിടക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ ഒരു എനർജി അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന ഒരു ആനന്ദം എന്ന് പറഞ്ഞാൽ അത് വേറെ തന്നെയാണ്. അപ്പോൾ ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞ് നമുക്ക് അല്ലെങ്കിൽ എല്ലാ ദിവസവും ചെയ്ത് കഴിഞ്ഞ് നമുക്ക് വർക്കിനൊക്കെ പോകുമ്പോൾ നമുക്ക് ആ ഹോൾ ഡേ ഒരു പോസിറ്റീവ് എനർജി തന്നെയാണ് കിട്ടുന്നത്. അപ്പോൾ ഇനിയുള്ള 2026 വർഷത്തിലും അല്ലെങ്കിൽ ഇനി അങ്ങോട്ട് എപ്പോഴും ഈ യോഗയായിട്ട് തന്നെ മുന്നോട്ട് പോകാൻ തന്നെയാണ് ആഗ്രഹം. കാരണം നമുക്ക് അത്രയും നമ്മുടെ വർക്കിലും നമ്മുടെ ജീവിതത്തിലും അതിൻ്റെ ഒരു ഫീഡ്ബാക്ക് അല്ലെങ്കിൽ അതിൻ്റെ ഒരു റിസൾട്ട് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ സാറിനും നമ്മളൊക്കെ ഇതുപോലെ തന്നെ കൊണ്ടുപോകാനും ഉള്ള ആരോഗ്യവും എനർജിയും ഒക്കെ സാറിന് ദൈവം നൽകട്ടെ എന്നുകൂടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. ഇതുപോലെ 60 മിനിറ്റ് യോഗ നമ്മുടെ ജീവിതത്തിലെ ഭാഗമാക്കാൻ വേണ്ടിയിട്ട് മറ്റുള്ള എല്ലാവരും ഇതുപോലെ ശ്രമിക്കുകയാണെങ്കിൽ അവർക്കും ഇതുപോലെ തന്നെ ഒരു നല്ലൊരു റിസൾട്ട് അവരുടെ ജീവിതത്തിൽ തന്നെ കിട്ടും എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. വർക്കിംഗ് വുമൺസ് എന്നെപ്പോലെ വർക്കിംഗ് വുമൺസിനൊക്കെ നമുക്ക് എക്സസൈസൊക്കെ ചെയ്യാനുള്ള ടൈം വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ സാറ് കറക്റ്റായിട്ട് സ്ട്രിക്റ്റാണ്, ലീവ് എടുക്കുന്നതിലൊക്കെ വളരെ സ്ട്രിക്റ്റാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാ ദിവസവും ഇത് അറ്റൻഡ് ചെയ്യണമെന്ന് തന്നെ തോന്നും. സാറിൻ്റെ പല മെസ്സേജുകളും കാര്യങ്ങളും ഒക്കെ ഗ്രൂപ്പിൽ വരുന്നതൊക്കെ വായിക്കുമ്പോൾ നമുക്ക് വളരെയധികം ഒരു മോട്ടിവേഷണൽ മെസ്സേജ് കൂടിയുണ്ട്. പലപ്പോഴും അത് എല്ലാം വായിക്കാനുള്ള ടൈം കിട്ടാറില്ലെങ്കിലും ഞാൻ പരമാവധി എല്ലാ മെസ്സേജുകളും റീഡ് ചെയ്യാനൊക്കെ ശ്രമിക്കാറുണ്ട്. സാറിൻ്റെ ഓരോ മെസ്സേജും നമുക്കുള്ള മോട്ടിവേഷനാണ്. അപ്പോൾ സാറ് എല്ലാ വിധത്തിലും നമുക്ക് നമ്മുടെ ആരോഗ്യം മെച്ചപ്പെട്ടതാക്കാൻ വേണ്ടിയിട്ട് സാറ് മാക്സിമം ശ്രമിക്കുന്നുണ്ട്. നമുക്കത് എത്രത്തോളം ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് അറിയില്ല. പക്ഷേ മാക്സിമം നമ്മൾ ഫോളോ ചെയ്യുന്നതിലൂടെ നമുക്ക് തന്നെയാണ് അതിനുള്ള ഗുണമെന്ന് ഞാനത് മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ എന്നെപ്പോലെ എല്ലാവരും വർക്കിംഗ് വുമൺസ് ആയാലും ആരായാലും നമുക്ക് ഈ ഒരു 60 മിനിറ്റ് ജീവിതത്തിലേക്ക് മാറ്റി വെക്കുകയാണെങ്കിൽ നല്ലൊരു റിസൾട്ട് തന്നെ ആയിരിക്കും കിട്ടുക. ഇനിയുള്ള അങ്ങോട്ടും ഇതുപോലെ തന്നെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റണമെന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. സാറിനെല്ലാം ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു.